കരാറിലെത്തിയില്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇറാനെ നശിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ട്രംപ് ഭീഷണി തുടരുന്നതിനിടെ അമേരിക്കയെ പരിഹസിച്ച ഇറാൻ സ്പീക്കർ മുഹമ്മദ് ഗാലിബസ് രംഗത്തെത്തി. തകർന്ന അമേരിക്കൻ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ചിത്രങ്ങൾ പങ്കുവച്ചാണ് പരിഹാസം. അതേസമയം ഇറാനിൽ തകർന്നു വീണ അമേരിക്കൻ യുദ്ധവിമാനത്തിൽ നിന്ന് കാണാതായ സൈനികനെ രക്ഷപ്പെടുത്തിയത് അതിസാഹസികമായാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA, മറീനുകൾ ഉൾപ്പെടെ 100 സൈനികരും ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് ദൗത്യം വിജയിച്ചത്. സരുണെ ജോസുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. സരുൺ, വിവരങ്ങൾ. അമൽ, കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഗതി മാറ്റാവുന്ന സംഭവവികാസങ്ങളാണ്, അതിനാടകീയ സംഭവവികാസങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി ഇറാനിൽ നടന്നത്. തെക്കൻ ഇറാനിൽ അമേരിക്കയുടെ F-15 സ്ട്രൈക്ക് ഈഗിൾ എന്ന യുദ്ധവിമാനം വെടിവെച്ചിട്ടിരുന്നു. ഈ വിമാനത്തിൽ നിന്ന് പൈലറ്റ് നേരത്തെ രക്ഷപ്പെട്ടിരുന്നു. വെള്ളിയാഴ്ചയായിരുന്നു ഈ സംഭവം. മറ്റൊരു വെപ്പൺ ഓഫീസർ എന്ന് പറയപ്പെടുന്ന 2ാമത്തെ വൈമാനികൻ, അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു കഴിഞ്ഞ 2 ദിവസവും അമേരിക്കൻ സേനയും. അതുപോലെ തന്നെ ഈ വൈമാനികനെ പിടികൂടാനുള്ള ശ്രമത്തിലായിരുന്നു ഇറാൻ സേനയും. ഇറാന്റെ തെക്ക് ഭാഗത്താണ് ഈ യുദ്ധവിമാനം വെടിവെച്ചിട്ടത്. ഈ ഭാഗത്ത് അമേരിക്കൻ സേന നുഴഞ്ഞു കയറുകയായിരുന്നു. അമേരിക്കൻ മറീനുകളും അതുപോലെ തന്നെ 100 അമേരിക്കൻ സൈനികരും ഈ ഭാഗത്തെത്തി തെരച്ചിൽ നടത്തുകയായിരുന്നു. പക്ഷേ 2 ദിവസത്തിന് ശേഷമാണ് ഈ വൈമാനികനെ കണ്ടെത്തിയതെന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. സങ്കീർണ ദൗത്യമായിരുന്നു അമേരിക്കയുടേത് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വിവരം, ഈ വൈമാനികനെ കാണാനില്ല എന്നുള്ള വിവരം CIA ഹെഡ്ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ തന്നെ അമേരിക്ക ഇതിനുള്ള കൗണ്ടർ ഓപ്പറേഷൻ തുടങ്ങിയിരുന്നു. ഈ ഇറാൻ സേന ഈ ഭാഗത്തേക്ക് വരുന്നത് തടയുവാൻ വേണ്ടി ഇവിടെ ബോംബിങ്ങും മറ്റും നടത്തുകയായിരുന്നു. അതുപോലെ തന്നെ ഈ വൈമാനികനെ നേരത്തെ തന്നെ രക്ഷപ്പെടുത്തിയെന്നും റോഡ് മാർഗം മറ്റൊരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്നും CIA അഭ്യൂഹങ്ങൾ പരത്തുകയായിരുന്നു. മനഃപൂർവ്വം ഇത്തരം അഭ്യൂഹങ്ങൾ പരത്തി ഈ റോഡുകൾ കേന്ദ്രീകരിച്ച് ഇറാൻ സേന പോവുകയായിരുന്നു. ഇതേ സമയം ആണ് ഈ വൈമാനികനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അമേരിക്ക മറുഭാഗത്ത് നടത്തിയത്. അമേരിക്കൻ മറീനുകൾ ഉൾപ്പെടെ ഈ മലമേഖലകളിൽ അവിടെ വന്നിറങ്ങുകയായിരുന്നു. അങ്ങനെ 2 ദിവസത്തിന് ശേഷം ഇന്നലെ രാത്രിയോടെയാണ് ഈ വെപ്പൺ ഓഫീസറെ അമേരിക്ക രക്ഷപ്പെടുത്തിയത്. പക്ഷേ ഇതിനിടയിലും ട്വിസ്റ്റുകൾ സംഭവിച്ചു. ഈ വൈമാനികനെ രക്ഷപ്പെടുത്താൻ എത്തിച്ചിരുന്ന C-130 എന്ന വിമാനവും അതുപോലെ തന്നെ 2 ഹെലികോപ്റ്ററുകളും അതിന് നാശനഷ്ടമുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. പ്രവർത്തനരഹിതമായി എന്നാണ് റിപ്പോർട്ട്. ഇതിനിടെയാണ് മറ്റ് വിമാനങ്ങളും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളും കൊണ്ടുവന്നാണ് ഈ വൈമാനികനെയും അതുപോലെ തന്നെ ഈ ദൗത്യ രക്ഷാസേനയെയും അവിടെ നിന്നും അമേരിക്ക രക്ഷപ്പെടുത്തിയത് എന്നാണ് വിവരം. പക്ഷേ ഇറാൻ പറയുന്നത് ഈ അമേരിക്കയുടെ ഈ വിമാനങ്ങൾ തങ്ങൾ വെടിവെച്ച് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അമേരിക്കയുടെ ഭാഗം അങ്ങനെയല്ല. അമേരിക്ക പറയുന്നത് ഇറാൻ ആ വിമാനങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അമേരിക്ക തന്നെ തീയിട്ട് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും ഈ വൈമാനികനെ രക്ഷപ്പെടുത്തിയെന്നാണ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇറാന്റെ പിടിയിലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ 1 മാസത്തിലേറെ നീണ്ട ഈ പശ്ചിമേഷ്യൻ സംഘർഷം മറ്റൊരു ഗതിമാറ്റത്തിലേക്ക് പോയേനെ. ഈ അമേരിക്കൻ വൈമാനികനെ ഇറാൻ തടവിലാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി പോയേനെ. പക്ഷേ CIAയുടെയും അമേരിക്കൻ സൈനികരുടെയും ദൗത്യത്തിൽ ഈ വൈമാനികനെ രക്ഷപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം. ഇതിന് പിന്നാലെ ഇറാന് ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയായിരുന്നു. ഇറാനുമായി കരാർ പ്രാബല്യത്തിൽ വന്നില്ലെങ്കിൽ മണിക്കൂറുകൾക്കകം ഇറാനെ നശിപ്പിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ശരി, സരുണെ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.